Hello everyone. നമ്മൾ ഇനി പോകുന്നത് ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഫ്രോം ദി ചാപ്റ്റർ അപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി. പല കുട്ടികൾക്കും ഇത് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ് എക്സാമിൽ ആൻസർ ചെയ്യാൻ. പക്ഷെ നമുക്കിത് കുറച്ച് എളുപ്പത്തിൽ പഠിച്ചാലോ? ഇതിലൊന്നുമില്ല, കുറച്ച് കോമൺ സെൻസ് ഒക്കെ കിട്ടി നമുക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഇത്. ഓക്കെ, സോ ലെറ്റ്സ് റീഡ് ദ ക്വസ്റ്റൻ ഫസ്റ്റ്. ദി ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് എ ജെറ്റ് പ്ലെയിൻ ഫ്രം എ പോയിന്റ് on the ground is 60 degree. After a flight of 15 seconds, the angle of elevation changes to 30 degree. If the jet plane is flying at a constant height of 1500 find the speed of the jet plane. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ജെറ്റ് ഉണ്ട്, ജെറ്റ് എവിടെയാ? എയറിലാണ്. ഓക്കെ, so it is said that the angle of elevation of a jet plane from a point on the ground. The point will take it as what? A here. Point on the ground. Ground is the green color we use here sadharana. Okay, the point we take A as on the ground. Let A be the point on the ground. Now what is happening? A jet plane is flying. Is it? Plane പറക്കല്ലേ? Plane പറക്കുമ്പോൾ at one point of time we take it as F. Okay, at one point of time we take it as F. Now the angle of elevation of a jet plane from a point on the ground. Point A on the ground, we have the jet here. അപ്പോൾ point A ന്ന് ഈ point F ലേക്ക് the angle of elevation is said to be what? 60 degree. അതാണ് പിങ്ക് കളർ ട്രയാങ്കിൾ വരച്ചത്. അപ്പോൾ എന്താ? point A, point F, then what is said? After a flight of 15 seconds, the angle of elevation changes to 30 degree. ആദ്യം പ്ലെയിൻ പോയിന്റ് F ലായിരുന്നു, രണ്ടാമത്തെ പ്ലെയിൻ പോയിന്റ് ടിയിലേക്ക് വന്നു. പോയിന്റ് ടിയിലേക്ക് വരുമ്പോൾ ദി ആംഗിൾ ഓഫ് എലിവേഷൻ ഇസ് സെറ്റ് ടു ബി 30 ഡിഗ്രി. ഓക്കെ, പോയിന്റ് ടിയിലേക്ക് വരുമ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ സെറ്റ് ടു ബി 30 ഡിഗ്രി. നമുക്കൊരു കാര്യം അറിയാം, ആംഗിൾ ഓഫ് എലിവേഷൻ എങ്ങനെയാ? ഒബ്സർവർ താഴെയും അല്ലേ, ഒബ്സർവർ താഴെയും ഒബ്ജക്റ്റ് മുകളിലാണ്, ഇത് ഹൊറിസോണ്ടൽ വരും അല്ലേ. ഇതല്ലേ ഫിഗർ നമ്മൾ പഠിച്ച ഇതാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. അതായത് line of sight, we have line of sight, we have horizontal, observer താഴെ, object മുകളിൽ. അപ്പോൾ അതിനാണ് നമ്മൾ പറയാ ആംഗിൾ ബിറ്റ്വീൻ ലൈൻ ഓഫ് സൈറ്റ് ആൻഡ് ഹൊറിസോണ്ടൽ, വി കോൾ ഇറ്റ് ആസ് തീറ്റ ഓർ ആംഗിൾ ഓഫ് എലിവേഷൻ. അപ്പോൾ ഇവിടെ കുട്ടികളെ മനസ്സിലായോ അല്ലേ? ഓക്കെ, സോ ഹിയർ ആദ്യം പ്ലെയിൻ, the point plane was at an initial point of time, the point was at F or the jet was at point F. അപ്പോൾ നമ്മൾ ആദ്യം വരയ്ക്കുന്ന ട്രയാങ്കിൾ ഏതാ? the triangle will be drawing is this one. ഇവിടെ 60 ഡിഗ്രി വന്നു, ഇവിടെ പോയിന്റ് എ, ഇവിടെ പോയിന്റ് എഫ്, ഇവിടെ പോയിന്റ് ബി. ഇത് എത്ര കുട്ടികളെ? 1500√3 മീറ്റർ അല്ലേ? if the jet plane is flying at a constant height of 1500√3, ജെറ്റ് പ്ലെയിൻ ഇങ്ങനെയാണോ പോണേ? അല്ല, ജെറ്റ് പ്ലെയിൻ ഇസ് മൂവിങ് അറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡ്, അറ്റ് എ കോൺസ്റ്റന്റ് ഹൈറ്റ്. യെസ് ഓർ നോ? അപ്പോൾ കോൺസ്റ്റന്റ് ഹൈറ്റിൽ മൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഇത് ഗ്രൗണ്ടാ. അപ്പോൾ കോൺസ്റ്റന്റ് ഹൈറ്റിൽ മൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ഇസ് ഓൾവേസ് കോൺസ്റ്റന്റ്. അതാണ് ഇവിടെയും 1500√3 അറ്റ് പോയിന്റ് ഓഫ് വൺ പോയിന്റ് ഓഫ് ടൈം, സെക്കൻഡ് പോയിന്റ് ഓഫ് ടൈം ടിയിലും 1500√3. ഓക്കെ, നൗ ഇത് 60 ഡിഗ്രി എന്നറിയാം. നൗ വാട്ട് വി ആർ ഡൂയിങ് ഹിയർ, നമുക്ക് എന്താ വേണ്ടേ? ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദി ജെറ്റ് പ്ലെയിൻ. അപ്പോൾ സ്പീഡ് ഓഫ് ദി ജെറ്റ് പ്ലെയിൻ വേണം. സോ വാട്ട് വി ഡു ഹിയർ ഇസ് ഇൻ ട്രയാങ്കിൾ എ എഫ് ബി, in triangle AFB we take tan theta. Okay, tan 60 is equal to എത്രയാ? tan 60 എന്ന് പറഞ്ഞാൽ what is opposite side by adjacent side, FB by AB. tan 60 is equal to FB by AB. tan 60 √3 is equal to what is FB? 1500√3 അല്ലേ? അപ്പോൾ 1500√3 divided by AB. AB നമുക്ക് അറിയോ? ഇല്ല. AB മെഷർമെന്റ് we do not know. So AB what will do? Will take it as x. അതായത് AB നമുക്ക് x എടുക്കാം കുറച്ച് എളുപ്പത്തിന്. അപ്പോൾ instead of AB you can write as x. Now when you cross multiply what happens? നിങ്ങൾ ഒന്ന് cross multiply നോക്ക്. When you cross multiply what happens here? √3 into x. അപ്പോൾ √3x is equal to 1500√3 അല്ലേ? √3 ക്യാൻസൽ, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? സോ x is equal to 1500 meter.
അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. എക്സിൻ്റെ വാല്യൂ എത്ര മക്കളെ കിട്ടിയേ? വി ഗോട്ട് 1500 മീറ്റർ. അപ്പോൾ അത് കഴിഞ്ഞു. പക്ഷേ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? സ്പീഡ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഏത് ഡിസ്റ്റൻസ് നമ്മൾ എടുക്കണ്ടേ? ഫ്ലൈറ്റ് ട്രാവൽ ഡിസ്റ്റൻസ് അല്ലേ? ഫ്ലൈറ്റ് ട്രാവൽ ഡിസ്റ്റൻസ് അതാ ഫ്രം പോയിന്റ് എഫ് ടു പോയിന്റ് ടി ഈസ് എ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ഫ്ലൈറ്റ് ഇൻ വിച്ച് ഡ്യൂറേഷൻ ഈസ് സെറ്റ് ടു ബി ഇൻ ഏത് ഡ്യൂറേഷനാ? ഇൻ 15 seconds അല്ലേ? 15 സെക്കൻഡ്സിൽ പ്ലെയിൻ ഏത് പോയിന്റിൽ ഏത് പോയിന്റിലേക്ക് പോയി നോക്കിയാൽ പോയിന്റ് എഫ് നിന്ന് പോയിന്റ് ടിയിലേക്കാണ് ഫ്ലൈറ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. ഓക്കെ, സോ ബേസിക്കലി സ്പീഡ് കണ്ടുപിടിക്കുമ്പോൾ ആ ഡിസ്റ്റൻസ് വേണം. ഏതാ ഡിസ്റ്റൻസ്? എഫ് ടി ഡിവൈഡഡ് ബൈ ടൈം എത്രയാ? ടൈം എത്ര തന്നിരിക്കണം? നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ടൈം ഇസ് ഗിവൺ ആസ് 15. സോ 15. അപ്പോൾ സ്പീഡ് കിട്ടാൻ നമുക്ക് ഡിസ്റ്റൻസ് എഫ് ടി വേണം. വേണ്ടേ? വേണം. ഇനി നമ്മൾ രണ്ടാമത്തെ ട്രയാങ്കിൾ എടുക്കാൻ പോകണം. ഓക്കെ, അതായത് നമുക്ക് ബി സി കിട്ടണം. ബി സി ഞാൻ വൈ ആയിട്ട് എടുക്കുക. അപ്പോൾ ബി സി വൈ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ലിസൺ ചെയ്യാം, പ്ലീസ് ലിസൺ ചെയ്യാം. ഇമ്പോർട്ടൻറ്റ്, വളരെ 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 ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അതായത് ഈ ക്വസ്റ്റ്യൻ പഠിച്ചാൽ ബോർഡ് എക്സാമിൽ ഏതെങ്കിലും ഒരു സെറ്റിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏകദേശം 5 മുതൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, സോ ലിസൺ ഹിയർ. നൗ വിൽ ടേക്ക് അനദർ ട്രയാങ്കിൾ. ഏതാ? 60 ഡിഗ്രി ട്രയാങ്കിൾ എടുത്തു, tan 60 എടുത്തു. കണ്ടോ? 60 ഡിഗ്രി ട്രയാങ്കിൾ, 30 ഡിഗ്രി ട്രയാങ്കിൾ. 30 ഡിഗ്രി ട്രയാങ്കിൾ പറഞ്ഞാൽ ഏതാ? ഇതല്ല ട്രയാങ്കിൾ വരിക. ഇതാണ് മക്കളെ നമ്മൾ 30 ഡിഗ്രി ട്രയാങ്കിൾ. ഓക്കെ, ഏതാ ട്രയാങ്കിൾ? എ ടി സി. ഇൻ ട്രയാങ്കിൾ എ ടി സി. ഇൻ ട്രയാങ്കിൾ എ ടി സി വി ക്യാൻ ടേക്ക് ഏതാ? എ ടി സി ട്രയാങ്കിളിൽ ഏതാ നമ്മൾ എടുക്കുക? വി ക്യാൻ ടേക്ക് ഏതാ? 30 ഡിഗ്രി അല്ലേ? എ ടി സിയിൽ വന്നേക്കുന്ന ആംഗിൾ ഏതാ കുട്ടികളെ? ഈ റെഡ് കളർ 30 ഡിഗ്രി അല്ലേ? അപ്പോൾ tan 30 എടുത്തോളൂ. സോ യു ക്യാൻ ടേക്ക് tan 30. സോ വെൻ യു ടേക്ക് tan 30, വാട്ട് യു ഹാവിങ്? 30യുടെ ഓപ്പോസിറ്റ് ഇതാണ് ട്രയാങ്കിൾ അല്ലേ? ഇതാണ് ട്രയാങ്കിൾ. അപ്പോൾ ട്രയാങ്കിൾ ഓപ്പോസിറ്റ് സൈഡ്, 30യുടെ ഓപ്പോസിറ്റ് സൈഡ് ഇതാ, ഇത് ഫുള്ള്. യെസ് ഓർ നോ? ഇതാണ് 30യുടെ ഓപ്പോസിറ്റ് സൈഡ്. സോ ഓപ്പോസിറ്റ് സൈഡ് ഹൗ ക്യാൻ ഐ ടേക്ക്? I can take it as TC. Yes or no? TC. So tan 30 is equal to TC divided by. ഇനി ഇതാണ് ട്രയാങ്കിൾ അല്ലേ? ഈ ട്രയാങ്കിളുടെ ഓപ്പോസിറ്റ് കിട്ടി. ഇനി അഡ്ജസ്റ്റന്റ് ഏതാ? ഇതല്ലേ? ഏതാ അഡ്ജസ്റ്റന്റ്? ഇത് ഫുൾ എടുക്കണം പറഞ്ഞാൽ ഏതാ കുട്ടികളെ? യു ഹാവ് ടു ടേക്ക് എക്സ് ആൻഡ് വൈ അല്ലേ? ഇത് ഫുൾ എടുക്കണം. 30യുടെ അഡ്ജസ്റ്റന്റ് ഏതാ? ഇത് ഫുൾ അല്ലേ? കാരണം ഇതാണ് കണ്ടോ, ഇങ്ങനെയാണ് ട്രയാങ്കിൾ വരുന്നത്. യെസ് ഓർ നോ? സോ 30യുടെ അഡ്ജസ്റ്റന്റ് പറഞ്ഞാൽ ഇത് ഫുൾ എടുക്കണം പറഞ്ഞാൽ ഫുൾ ഏതാ? ഓക്കെ, എക്സ് ആൻഡ് വൈ, അതായത് എക്സ് പ്ലസ് വൈ, ഓർ യു ക്യാൻ ടേക്ക് ആസ് എ സി. ഓക്കെ, tan 30 is equal to 1/√3 is equal to TC എത്രയാ? 1500√3. 1500√3 divided by x plus y. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഏതാ എക്സിന്റെ വാല്യൂ? എക്സിന്റെ വാല്യൂ വി ഗോട്ട് ആസ് 1500, റൈറ്റ്? സോ വെൻ you can substitute as 1/√3 is equal to 1500√3 divided by 1500 plus y. നമുക്ക് y ആണ് വേണ്ടത്, ഓർത്തോളൂ. ഓക്കെ, സോ now where can I write? I'll write it here. Okay, now what to do? When you cross multiply, നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. when you cross multiply 1, will you have here 1500 plus y is equal to what? 1500√3 into √3. So what you have? 1500 plus y is equal to √3 into √3 3 അല്ലേ? So 1500 into 3. 1500 into 3 എന്താ? ഞാൻ ഡയറക്റ്റ്ലി എഴുതിക്കോട്ടെ, 4500. ഓക്കെ അല്ലേ എല്ലാവർക്കും? ആണല്ലേ? ഓക്കെ, സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 4500. സോ y ഈക്വൽ ടു എന്താ? 4500 മൈനസ് 1500. ഒരു പോസിറ്റീവ് 1500 പോസിറ്റീവ് നമ്പർ വേണം ട്രാൻസ്പോസ് അല്ലെങ്കിൽ ജമ്പ് ചെയ്യുമ്പോൾ ഈക്വൽ ടു റൈറ്റിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് 1500 ബിക്കം നെഗറ്റീവ് 1500. സോ y ഈസ് ഈക്വൽ ടു 3000 മീറ്റർ. കണ്ടോ, നമുക്ക് വൈൻ്റെ വാല്യൂ കിട്ടി. y എത്ര കിട്ടിയേ? 3000 മീറ്റർ. ഇനി സ്പീഡ് കണ്ടുപിടിക്കാലോ. കഴിഞ്ഞു, ഖത്തം, ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്പീഡ്. ടൈം എത്രയാ? ഡിസ്റ്റൻസ് എത്രയാ? 3000. സോ 3000 ഡിവൈഡഡ് ബൈ ടൈം ഈസ് 15. സോ വാട്ട് യു ഹാവ്? 15 1 ഇവിടെ 2. ദാറ്റ് ഈസ് സ്പീഡ് ഈസ് ഈക്വൽ ടു
200 meter per second. Yes, speed is equal to 200 meters per second. ജെറ്റിന്റെ സ്പീഡ് കിട്ടി 200 meter per second. ഓക്കെ, സോ നമ്മൾ ബോർഡ് എക്സാമിന് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റൻ നമുക്ക് സ്പീഡ് കിട്ടാൻ ഡിസ്റ്റൻസ് ബൈ ടൈം. ആദ്യം നമ്മൾ എന്താ ചെയ്തത്, ഈ കുട്ടി ട്രയാങ്കിൾ 60 ഡിഗ്രി ട്രയാങ്കിൾ എടുത്തു, ടാൻ തീറ്റ കണ്ടുപിടിച്ചു. രണ്ടാമത്തെ എന്ത് ചെയ്തു, ഈ വലിയ ട്രയാങ്കിൾ 30 ഡിഗ്രിയുടെ വലിയ ട്രയാങ്കിൾ TAC എടുത്തു, ടാൻ തീറ്റ കണ്ടുപിടിച്ചു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി സ്പീഡ് കിട്ടാൻ വേണ്ടി ജെറ്റ് അല്ലെങ്കിൽ എയറോപ്ലെയിൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് അറിയണം. F നിന്ന് Tയിലേക്ക് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് പറഞ്ഞാൽ B നിന്ന് Cയിലേക്ക്, അത് Y എടുത്തില്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് പറയുന്നത് Yന്റെ വാല്യൂ എത്ര കുട്ടികളെ, 3000. ഇപ്പോൾ 3000 ഡിവൈഡഡ് ബൈ എത്ര സെക്കൻഡ്സിലാണ് ആ ഡിസ്റ്റൻസ് കവർ ചെയ്ത, 15. 3000 by 15 ക്രോസ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യു ഗെറ്റ് 200 meter per second ആസ് ദി സ്പീഡ് ഓഫ് ദി ജെറ്റ് പ്ലെയിൻ. സിമ്പിൾ അല്ലേ, സിമ്പിൾ. ജാവ സിമ്പിൾ ആൻഡ് പവർഫുൾ. അപ്പോൾ ഇത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഈ ക്വസ്റ്റൻ ഇങ്ങനെയാണ് ക്രാക്ക് ചെയ്യാം. താങ്ക് യു.